വിശേഷങ്ങൾ എന്തായി എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇവിടുത്തെ പോളി പെൺപിള്ളേരോട് ചോദിക്കാം നമുക്ക് ഓണം എന്തായി എന്ന്. ഹായ് ഗേൾസ്, എന്താണ് നിങ്ങളുടെ ക്യാമ്പസിൽ ഓണം എങ്ങനെ പോകുന്നു? പൊളി പൊളിയാണോ? ഇവിടെ എവിടെ ആ ഒരു ആവേശം അങ്ങ് വരട്ടെ. എല്ലാരും ഭയങ്കര സുന്ദരികളായിട്ടാണല്ലോ നിൽക്കുന്നത്. എന്താ ക്യാമ്പസിലെ മെയിൻ ഓണം പരിപാടി? എന്താ മെയിൻ ഓണം പരിപാടി ഓൾറെഡി കഴിഞ്ഞു, സെപ്റ്റംബർ 5-നായിരുന്നു. ബട്ട് ലൈക്ക് ഒരു 1 വീക്ക് ആയിട്ട് നമുക്ക് ഫുൾ ഓണം സെലിബ്രേഷൻ ആണ് കോളേജിൽ. അതായത് ഒരാഴ്ച നിങ്ങൾക്ക് പഠിത്തമില്ല. ഇങ്ങനെ ഈ ഡ്രസ്സൊക്കെ നിങ്ങൾ ഓണത്തിന് വേണ്ടി എങ്ങനെ സെറ്റ് ചെയ്യും? ഒരുപാട് ദിവസം മുന്നേ ഇങ്ങനെ ക്യാമ്പസിൽ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി വരണമല്ലോ അല്ലെ? അതല്ലേ പ്രധാനപ്പെട്ട കാര്യം. ഓണത്തിന് നല്ല രസത്തിലുള്ള ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് ഭയങ്കര സ്റ്റൈലായി രസമായി അല്ലെ? അപ്പൊ ഇത് എങ്ങനെ സെറ്റ് ചെയ്യുന്നത്? കുറെ ദിവസങ്ങൾ എടുക്കുമോ? മേടിക്കും, നിങ്ങൾ സ്റ്റുഡൻസ് മാത്രമല്ല, ഇവിടുത്തെ ടീച്ചേഴ്സും ഭയങ്കര ആക്റ്റീവ് ആണല്ലോ അല്ലെ? എപ്പോഴും സെന്റ് തെരേസസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ടീച്ചേഴ്സിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇവിടെ ഒരു ഡാൻസർ സ്റ്റുഡൻസിനെക്കാട്ടിലും കൂടുതൽ ടീച്ചേഴ്സ് ആണ്. ലൈക് ടീച്ചേഴ്സ്, ഞങ്ങളുടെ പ്രിൻസിപ്പൾ ഒരു ഡാൻസ് ഒക്കെ ചെയ്യും. ഒരു ഓണപ്പാട്ട് പാടിയിട്ട് അങ്ങനെ ആക്കിയാലോ? നൈസ് ആയിരിക്കില്ലേ? പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം ഭാഗം. സെന്റ് തെരേസസ് കോളേജിൽ വന്നാൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾ മാത്രമല്ല, ഇവിടുത്തെ അധ്യാപകരും വൻ പൊളിയാണെന്നാണ് പിള്ളേര് പറയുന്നത്. ശ്രുതി മിസ് ആരാണ് നന്നായി പാട്ട് പാടുന്നത്. ദൂരെയാരോ പാടുകയാണൊരു ദേവഹിന്ദോളം, ഉള്ളിലുള്ളിൽ പ്രണയ സരോദിൻ സാന്ദ്രമാം ഗാനം, കാതിൽ മെല്ലെ കിക്കിളി കൂട്ടും ചില്ലുലോലാക്കിൽ കാതരസ്വരമന്ത്രമുണർത്തും ലോലസല്ലാപം. സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സെന്റ് തെരേസസിലെ ടീച്ചേഴ്സിന്റെ വീഡിയോകൾ ഒരു വശത്ത് വൈറൽ, പിള്ളേരുടെ വീഡിയോകൾ മറ്റൊരു വശത്ത് വൈറൽ. അത് നിങ്ങൾക്ക് അതൊരു രസമാണല്ലേ? പുതിയ കാലത്തെ പിള്ളേരുടെ ഒപ്പം ആ ട്രെൻഡിനൊപ്പം ഒക്കെ നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. പിള്ളേരല്ല, ടീച്ചറാ. ടീച്ചറാണോ? അപ്പൊ ഇതാണ് സെന്റ് തെരേസസ് കോളേജിലെ വൈറൽ ഡാൻസർ അരുണിമ ടീച്ചർ. എന്നാ ഒരു പൊളിയ ഡാൻസ്! എങ്ങനെ പറ്റുന്നു? ഈ എനർജി ഒക്കെ ഇവിടുന്ന വരുന്നേ? ഇല്ല, അത് പൊതുവേ എനിക്ക് തോന്നുന്നു ആ പാട്ടുകൾ കേൾക്കുമ്പോൾ അങ്ങനെ ആയി പോകുന്നത്. അതിന് എനിക്ക് നോ ഗ്യാരണ്ടി. ഇപ്പൊ നമ്മൾ എപ്പോഴും പറയുമല്ലോ, ടീച്ചർമാരും കുട്ടികളും തമ്മിലുള്ള നമ്മുടെ പഴയ കാലത്തെ സങ്കല്പവും നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ളത് എങ്ങനെ വടിയൊക്കെ പിടിച്ച് ചൂരിലൊക്കെ പിടിച്ചിരിക്കുന്ന ടീച്ചർമാരല്ലേ? പക്ഷെ ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു വൈബ് ഭയങ്കര അല്ലേ? ആണ്. പൊതുവേ നമുക്ക് ഇവിടെ ടീച്ചേഴ്സും കുട്ടികളും തമ്മിൽ അങ്ങനത്തെ ഒരുപാട് നമ്മളെ കുട്ടികൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറേ സെക്ഷൻസ് ചെയ്യാറുണ്ട്. ലൈക്ക് അത് കുട്ടികളും ടീച്ചർമാരും തമ്മിലുള്ള ബോണ്ടിങ് ഒന്നും കൂടി ദൃഢമാക്കാനും ഒന്നും കൂടി സ്ട്രോങ് ആക്കി കുറച്ചും കൂടി ആയിട്ടുള്ളൊരു ഫ്രണ്ട്ലി അറ്റാച്ച്മെന്റ് എന്നുള്ള രീതിയിൽ ആക്കാൻ എല്ലാവരും ശ്രമിക്കാറുണ്ട് ഇവിടെ. ടീച്ചർ പഠിച്ചൊക്കെ ഡാൻസ് തന്നെയാണോ? ഞാൻ BA MA ഭരതനാട്യമാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഭരതനാട്യത്തിന്റെ. അപ്പോൾ അവിടെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എത്ര വർഷമായി? 5 വർഷമായിട്ട് ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പഠിച്ചത് ഭരതനാട്യമാണല്ലോ. അപ്പോൾ എങ്ങനെ വെസ്റ്റേൺ കളിക്കാനാണോ കൂടുതൽ ഇഷ്ടം, ക്ലാസിക്കൽ? എങ്ങനെയത്? അങ്ങനെ ചോദിക്കരുത്. എനിക്ക് രണ്ടും വളരെയധികം ഇഷ്ടമാണ്. പക്ഷെ കരിയർ വൈസ് ഞാൻ ചെയ്തത് ഈ ഭരതനാട്യമാണെന്നേ ഉള്ളൂ. പാട്ടിട്ട് നമ്മളങ്ങ് കളിക്കുക, ഉള്ളൂ അല്ലേ? അപ്പൊ ഇതാണ് സെന്റ് തെരേസസ് കോളേജിലെ ഓണം. നല്ല പൊളി വൈബ്, വേറെ ലെവൽ ഓണം.